ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കൃഷ്ണോ രക്ഷതു മാം ചരാചരഗുരു. കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃത്. കൃഷ്ണായ ദത്തം മനഃ. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ. കൃഷ്ണസ്യ ദാസോऽസ്മ്യഹം. കൃഷ്ണേ ഭക്തിരചഞ്ചലാസ്തു ഭഗവൻ. ഹേ കൃഷ്ണ തുഭ്യം നമ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് ഒന്നാമത്തെ ദശകത്തിലെ 8, 9, 10 ശ്ലോകങ്ങൾ നോക്കാം. 8ാമത്തെ ശ്ലോകം. നമ്രാണാം സന്നിധസ്സേ സതതമപി പുരസ്തേരനഭ്യർത്ഥിതാനഭ്യർത്ഥാൻ കാമാനജസ്രം വിതരസി പരമാനന്ദസാന്ദ്രാം ഗതിം ച. ഇത്തം നിശേഷലഭ്യോ നിരവധികഫലപാരിജാതോ ഹരേ ത്വം. ക്ഷുദ്രം തം ശക്രവാടീദ്രുമമഭിലഷതി വ്യർത്ഥമർത്ഥിവ്രജോയം. പദം മുറിച്ച് പറയാം. നമ്രാണാം സന്നിധസ്സേ സതതം അഭി പുരഃ തൈഹി അനഭ്യർത്ഥിതാൻ അഭി അർത്ഥാൻ. പുരസ്തൈരനഭ്യർത്ഥിതാൻ അഭ്യർത്ഥാൻ കാമാനജസ്രം വിതരസി പരമാനന്ദ സാന്ദ്രാം ഗതിം ച. ഇത്തം നിശേഷലഭ്യോ നിരവധിക ഫല പാരിജാതോ ഹരേ ത്വം. ക്ഷുദ്രം തം ശക്രവാടീദ്രുമം അഭിലഷതി വ്യർത്ഥം അർത്ഥിവ്രജഃ അയം. വ്യർത്ഥമർത്ഥിവ്രജോയം. നമ്രാണാം പുരഃ സതതമപി സന്നിധസ്സേ. നമസ്കരിക്കുന്നവരുടെ മുൻപിൽ, ഭഗവാനെ ആശ്രയിക്കുന്നവരുടെ അടുത്ത് അങ്ങ് എല്ലാ സമയത്തും, സതതം അഭി എല്ലാ സമയത്തും സന്നിധാനം ചെയ്യുന്നു, പ്രത്യക്ഷപ്പെടുന്നു. ഇവിടെ മേൽപ്പത്തൂർ ഭഗവാനോട് നേരിട്ട് പറയുന്നതാണ്. ത്വം അവിടുന്ന്. ത്വം എന്ന് പറയുമ്പോൾ സന്നിധസ്സേ, ത്വം സന്നിധസ്സേ അവിടുന്ന് സന്നിധാനം ചെയ്യുന്നു. അപ്പോൾ ആശ്രയിക്കുന്നവരുടെ അടുത്ത് ഭഗവാൻ എല്ലാ സമയത്തും ദേശകാല ഭേദമില്ലാതെ പ്രത്യക്ഷപ്പെടുന്നു. തൈഹി അനഭ്യർത്ഥിതാനഭി അവരാൽ അഭ്യർത്ഥിക്കപ്പെട്ടിട്ടില്ല എങ്കിലും എന്ന് പറഞ്ഞാൽ അവർ ആവശ്യപ്പെട്ടില്ലെങ്കിലും അർത്ഥാൻ കാമാൻ പരമാനന്ദ സാന്ദ്രാം ഗതിം ച അജസ്രം വിതരസി ധനം മുതലായ സകല ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുന്നു. കൂടാതെ മോക്ഷവും കൂടെ കൊടുക്കുന്നു. ഭക്തന്മാർ ചോദിക്കാതെ തന്നെ അവർക്ക് വേണ്ടതെല്ലാം ഭഗവാൻ അറിഞ്ഞു കൊടുക്കുന്നതാണ്. ഇത്തം ഹരേ ഇപ്രകാരം ഗുരുവായൂരപ്പ നിശേഷലഭ്യോ നിരവധിക ഫലഃ എല്ലാവർക്കും ഒരുപോലെ എല്ലാ കാലത്തും ലഭിക്കുന്ന നിരവധി ഫലങ്ങളോടുകൂടിയ പാരിജാതോത്വം പാരിജാത വൃക്ഷമായ അങ്ങയെ ആശ്രയിക്കാതെ അയം അർത്ഥിവ്രജഃ ഇഹലോക സുഖസൗകര്യങ്ങളെ മാത്രം ആഗ്രഹിക്കുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ എന്ത് കിട്ടിയാലും എത്ര കിട്ടിയാലും മതിയാകാത്ത ആളുകൾ. 10 കിട്ടുകിൽ 100 മതി എന്നും 100 സഹസ്രം മതി എന്നും 1000 പണം കയ്യിലുണ്ടാകുമ്പോൾ ആയുധമാകിൽ ആശ്ചര്യമെന്നതും പൂന്താനം. അങ്ങനെയുള്ള ആളുകൾ സ്വർഗത്തിലുള്ള ക്ഷുദ്രമായ, നിസ്സാരമായ അല്ലെങ്കിൽ തുച്ഛമായ ശക്രവാടീദ്രുമം, ചക്രവാടി ഇന്ദ്രൻ്റെ ഉദ്യാനം, ദ്രുമം വൃക്ഷം, പാരിജാതം ഇന്ദ്രൻ്റെ ഉദ്യാനത്തിലുള്ള പാരിജാത വൃക്ഷം, ചക്രവാടീദ്രുമം. അപ്പോൾ ചോദിക്കുന്നതെന്തും മുക്തിയെ കൂടെ കൊടുക്കുന്ന പാരിജാത വൃക്ഷമായ ഭഗവാനെ ആശ്രയിക്കാതെ ആളുകൾ സ്വർഗത്തിലെ ഇന്ദ്രൻ്റെ ഉദ്യാനത്തിലുള്ള വൃക്ഷത്തെ, പാരിജാത വൃക്ഷത്തെ വെറുതെ ആഗ്രഹിക്കുന്നു. വ്യർത്ഥം അഭിലഷതി. വ്യർത്ഥം എന്ന് പറയുന്നത് ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി എന്നാണ്. സ്വർഗത്തിൽ പോയാൽ ചെയ്ത പുണ്യങ്ങളെല്ലാം തീരുമ്പോൾ വീണ്ടും ഭൂമിയിലേക്ക് തന്നെ വരണം. പിന്നെ ജനനം, വീണ്ടും മരണം, ജനനം, അങ്ങനെ. എന്നാൽ ഗുരുവായൂരപ്പനെ ആശ്രയിക്കുന്നവരെ സ്വർഗലോകത്തെ കടന്നിട്ട് പരമപദത്തെ, മുക്തിയെ പ്രാപിക്കുന്നു. ദുർലഭോ മാനുഷോ ജന്മ എന്നാണ്. മനുഷ്യജന്മം ദുർലഭമാണ്.
പക്ഷിമൃഗാദികളായിട്ടും വൃക്ഷലതാദികളായിട്ടുമൊക്കെ ജന്മമെടുത്തതിന് ശേഷമാണ് ഒരു മനുഷ്യജന്മം കിട്ടുന്നത് തന്നെ. എത്ര ജന്മം ജലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മങ്ങൾ മണ്ണിൽ കഴിഞ്ഞതും എത്ര ജന്മം മരങ്ങളായി നിന്നതും അല്ലേ പൂന്താനം പറയുന്നു. അനേകം ജന്മങ്ങൾക്ക് ശേഷം കിട്ടിയ ശ്രേഷ്ഠമായ മനുഷ്യജന്മം ആഗ്രഹങ്ങളുടെ പിന്നാലെ പോയി വ്യർത്ഥമാക്കാനുള്ളതല്ല. മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യം തന്നെ ഈശ്വര സാക്ഷാത്കാരമാണ്. അപ്പോൾ ആശ്രയിക്കുന്നവർക്ക് തന്നെ തന്നെ കൊടുക്കുന്ന പരമപദമായ മുക്തിയെ കൊടുക്കുന്ന പരബ്രഹ്മം ഗുരുവായൂരിലിങ്ങനെ തിളങ്ങി വിളങ്ങി നിൽക്കുമ്പോൾ ഗുരുവായൂരപ്പനോട് മുക്തിയെ ചോദിക്കാതെ മറ്റു വിഷയസുഖങ്ങളെ ചോദിച്ചു വാങ്ങുന്നവരുടെ കാര്യം കഷ്ടം തന്നെയാണ് എന്ന് മേൽപ്പത്തൂര് പറയുന്നു. ഇനി 9ാമത്തെ ശ്ലോകം. കാരുണ്യാത് കാമമന്യം ദദതി ഖലു പരേ സ്വാത്മതസ്ത്വം വിശേഷാത് ഐശ്വര്യാദീശദേന്യേ ജഗതി പരജനെ സ്വാത്മനോപീശ്വരസ്ത്വം ത്വയ്യുച്ചൈരാരമന്തി പ്രതിപദമധുരേ ചേതനാസ്പീതഭാഗ്യാഃ ത്വം ചാത്മാ രാമ ഏവേത്യതുലഗുണഗണാധാര ശൗരേ നമസ്തേ. പദമുറിച്ച് പറയാം. കാരുണ്യാത് കാമം അന്യം കാമമന്യം ദദതി ഖലു പരേ സ്വ ആത്മതഃ ത്വം സ്വാത്മതസ്ത്വം വിശേഷാത് ഐശ്വര്യാത് ഈശതേ അന്യേ ഐശ്വര്യാദീശതേന്യേ ജഗതി പരജനെ സ്വ ആത്മനഃ അഭി ഈശ്വരസ്ത്വം സ്വാത്മനോപീശ്വരസ്ത്വം ത്വയി ഉച്ചൈഹി ആരമന്തി ത്വയ്യുച്ചൈരാരമന്തി പ്രതിപദമധുരേ ചേതനാഃ സ്ഫീതഭാഗ്യാഃ ത്വം ച ആത്മാ രാമ ത്വം ച ആത്മാ രാമ ഏവ ഇതി അതുലഗുണഗണാധാര ഏവേത്യതുലഗുണഗണാധാര ശൗരേ നമഃ തേ നമസ്തേ. കാരുണ്യാത് കാരുണ്യം കൊണ്ട് നമ്മളോടുള്ള ദയ കൊണ്ട് പരേ മറ്റു ദേവന്മാർ അന്യം കാമം ദദതി ഖലു മറ്റുള്ള ആഗ്രഹങ്ങളെ സാധിച്ചു കൊടുക്കുന്നുണ്ടല്ലോ. ദദതി ഖലു കൊടുക്കുന്നുണ്ടല്ലോ. മറ്റുള്ള ആഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നൊഴിച്ച് മറ്റുള്ളത് എന്ന് പറഞ്ഞാലോ ധർമ്മം അർത്ഥം കാമം മോക്ഷം ഇവയിൽ മോക്ഷം ഒഴികെ മറ്റെല്ലാം കൊടുക്കുന്നു. എന്നാൽ ഗുരുവായൂരപ്പനാകട്ടെ ത്വം ഭഗവാനെ വിശേഷാത് ആത്മതഃ ത്വം വിശേഷാത് ആത്മതഃ അങ്ങ് അധികരിച്ച കാരുണ്യം കൊണ്ട് തന്നെ തന്നെ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ധർമാർത്ഥ കാമങ്ങളോടൊപ്പം മോക്ഷം കൂടി കൊടുക്കുന്നു. അന്യേ ഐശ്വര്യാത് ജഗതി പരജനെ ഈശതേ അന്യദേവന്മാർ ഐശ്വര്യം കൊണ്ട് ഈശ്വരത്വം എന്ന സ്ഥാനം ഉള്ളതുകൊണ്ട് ലോകത്തിലെ മറ്റുള്ളവരുടെ ഈശ്വരനാകുന്നു. എന്നാൽ ഗുരുവായൂരപ്പ അവിടുന്ന് സ്വ ആത്മനഃ അഭി ഈശ്വര തൻ്റെ തന്നെ ഈശ്വരനാണ്, ജഗതീശ്വരനാണ്, ജഗത്തിൻ്റെ തന്നെ ഈശ്വരനാണ്. മറ്റു ദേവന്മാർ അവരുടെ സിദ്ധികളെ കൊണ്ട് നിഗ്രഹ ശക്തി കൊണ്ട് നേടിയെടുത്തിട്ടുള്ള ഈശ്വരത്വത്താൽ മറ്റുള്ളവർക്ക് ഈശ്വരനാകുന്നു. എന്നാൽ അങ്ങയുടെ തന്നെ ഈശ്വരനാണ്. സ്ഫീതഭാഗ്യാഃ ചേതനാഃ പ്രതിപദമധുരേ ത്വയി ഉച്ചൈഹി ആരമന്തി ഭാഗ്യം ചെയ്ത ആളുകൾ അങ്ങയെ നിരന്തരം ധ്യാനിച്ചുകൊണ്ട് അങ്ങയിൽ ലയിച്ചുകൊണ്ട് പരമാനന്ദം അനുഭവിക്കുന്നു. ത്വം ആത്മാരാമഃ ഏവ എന്നാൽ ഭഗവാനെ അങ്ങ് ആത്മാരാമൻ തന്നെയാണ്. ഭാഗ്യം ചെയ്ത ഭക്തന്മാർ അങ്ങയുടെ തൃപ്പാദത്തിൽ മനസ്സിനെ ചേർത്ത് വെച്ച് ആനന്ദം അനുഭവിക്കുമ്പോൾ അങ്ങയിൽ തന്നെ രമിക്കുന്നു. ഇതി അതുലഗുണഗണാധാര ശൗരേ തേ നമഃ ഇങ്ങനെ അതുലമായ തുലനം ചെയ്യാൻ സാധിക്കാത്ത ഗുണഗണങ്ങളോടുകൂടിയ ശൗരേ ഗുരുവായൂരപ്പ തേ നമഃ അങ്ങയ്ക്ക് നമസ്കാരം. അപ്പോൾ ഹേ ശൗരേ ഗുരുവായൂരപ്പ മറ്റുള്ള ദേവന്മാർ കാരുണ്യം കൊണ്ട് മോക്ഷമൊഴികെയുള്ള എല്ലാ ഐശ്വര്യങ്ങളും
കൊടുക്കുന്നു. എന്നാൽ അവിടുന്നാകട്ടെ അങ്ങയെ തന്നെ ഭക്തന് സമർപ്പിക്കുന്നു. അഹം ഭക്തപരാധീനോ ഹ്യസ്വതന്ത്ര ഇവദ്വിജ. ഭാഗവതം. മറ്റു ദേവന്മാരെ ധനം മുതലായ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരുമ്പോൾ അങ്ങയെ ആശ്രയിക്കുന്നവർക്ക്, നിരന്തരം ധ്യാനിക്കുന്നവർക്ക് ജീവാത്മാവും പരമാത്മാവും ഒന്നാണ് എന്ന തത്വത്തെ അങ്ങ് മനസ്സിലാക്കി കൊടുക്കുന്നു. ആ അറിവിലൂടെ ശാന്തിയും സമാധാനവും ഒപ്പം എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നു. ഭൗതിക സുഖങ്ങൾ ആവശ്യത്തിലധികമുണ്ടായാലും ശാന്തിയും സമാധാനവും ഉണ്ടാവണമെന്നില്ല. എന്നാൽ ശാന്തിയും സമാധാനവും ഉള്ളവർക്ക് ഐശ്വര്യങ്ങൾ താനേ വന്നു ചേരും എന്ന് ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. ഇനി 10ാമത്തെ ശ്ലോകം. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം തേജസ്സംഹാരി വീര്യം വിമലമഭിയശോ നിസ്പൃഹൈശ്ചോപഗീതം അംഗാസംഗാ സദാ ശ്രീ അഖിലവിദസിന ക്വാപി തേ സംഗവാർത്ത തദ്വാദാകാരവാസിൻ മുരഹര ഭഗവത് ശബ്ദമുഖ്യാശ്രയോസി. പദമുറിച്ച് പറയാം. ഐശ്വര്യം ശങ്കര ആദി ഈശ്വര വിനിയമനം, ശങ്കരാദീശ്വര വിനിയമനം. വിശ്വതേജോഹരാണാം തേജഃ സംഹാരി, തേജസ്സംഹാരി വീര്യം. വിമലമഭി യശഃ നിസ്പൃഹൈഃ ച ഉപഗീതം, നിസ്പൃഹൈശ്ചോപഗീതം. അംഗാസംഗാ സദാ ശ്രീ അഖിലവിദ് അസി, ശ്രീരഖിലവിദസി ന ക്വാപി തേ സംഗവാർത്ത തത് വാദാകാരവാസിൻ, തദ്വാദാകാരവാസിൻ മുരഹര ഭഗവത് ശബ്ദമുഖ്യ ആശ്രയഃ അസി, ഭഗവത് ശബ്ദമുഖ്യ ആശ്രയോസി. ഈ ശ്ലോകത്തിൽ ഭഗവാൻ എന്ന ശബ്ദത്തിൻ്റെ മുഖ്യ അധികാരി ഗുരുവായൂരപ്പൻ തന്നെയാണെന്ന് മേൽപ്പത്തൂർ പറയുന്നു. ഐശ്വര്യം ശങ്കരാദി ഈശ്വര വിനിയമനം. ഐശ്വര്യം എന്ന് പറയുമ്പോൾ ഭഗവാന്റെ അനുഗ്രഹ നിഗ്രഹ ശക്തി. മേൽപ്പത്തൂർ പറയുന്നു, ഭഗവാനെ അങ്ങയുടെ ഐശ്വര്യം സംഹാരമൂർത്തിയായ ശങ്കരൻ തുടങ്ങിയ ഈശ്വരന്മാരെ പോലും നിയന്ത്രിക്കുന്നതാണ്. ശങ്കരാദി ദേവന്മാരുടെ ഐശ്വര്യം അത് ഈ ഭഗവാനിൽ നിന്ന് കിട്ടിയതാണ്. വിശ്വതേജോഹരാണാം തേജസ്സംഹാരി വീര്യം. എല്ലാത്തിനെയും സംഹരിക്കാൻ ശക്തിയുള്ള തേജസ്സിനെ പോലും നിയന്ത്രിക്കുന്നതാണ് അങ്ങയുടെ വീര്യം. സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഒക്കെ പ്രകാശിപ്പിക്കുന്നത് ഈ ഭഗവാനാണ്. ഇതിലൂടെ വരുന്ന പ്രകാശം അങ്ങയുടേതാണ്. വിമലമഭിയശഃ ഉപഗീതം നിസ്പൃഹൈഃ ച. അങ്ങയുടെ പരിശുദ്ധമായ യശസ്സിനെ പാടിപ്പുകഴ്ത്തുന്നത് നിസ്പൃഹരായ, ഒന്നിനോടും ആഗ്രഹമില്ലാത്തവരാണ്. എന്ന് പറഞ്ഞാൽ ഭൗതിക സുഖങ്ങളിൽ ലേശം പോലും ആസക്തിയില്ലാത്തവരാണ് അങ്ങനെ പാടിപ്പുകഴ്ത്തുന്നത്. കാര്യസാധ്യത്തിനല്ല, മറിച്ച് അവരവരുടെ മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ് എന്നർത്ഥം. സദാ അംഗാസംഗാ ശ്രീ. ലക്ഷ്മീദേവി എല്ലാ സമയത്തും അങ്ങയുടെ ശരീരത്തെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നു. അംഗാസംഗ, എല്ലായ്പ്പോഴും അങ്ങയോട് ചേർന്നിരിക്കുന്നു. തേ ക്വാപി സംഘവാർത്ത. എന്നാൽ ഭഗവാനെ അങ്ങയ്ക്കാണെങ്കിൽ ആരോടും ഒന്നിനോടും ഒരു സംഘവും ഉള്ളതായിട്ട് കേട്ടിട്ടില്ല. ഇനി അഖിലവിദ് അസി. ത്വം അഖിലവിദ് അസി. അങ്ങ് സർവജ്ഞനാകുന്നു, എല്ലാം അറിയുന്നവനാകുന്നു. തത് വാദാകാരവാസിൻ. അങ്ങനെയുള്ള ഗുരുവായൂരപ്പ, മുരാന്തക, മുരൻ എന്ന അസുരനെ വധിച്ച ഭഗവാനെ, ഭഗവത് ശബ്ദ മുഖ്യ ആശ്രയ അസി. ഭഗവാൻ എന്ന ശബ്ദം അങ്ങേക്ക് മാത്രം ചേരുന്നതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഭഗം എന്നാൽ ഐശ്വര്യസ്യ സമഗ്രസ്യ വീര്യസ്യ യശസ്ശ്രിയ
ജ്ഞാനവിജ്ഞാനയോശ്ചൈവ ഷണ്ണാം ഭഗ ഇതീരണ. തികഞ്ഞ ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വിജ്ഞാനം എന്നിവയുടെ കൂട്ടത്തെ ഭഗം എന്ന് പറയുന്നു. ഭഗമുള്ളവൻ ഭഗവാൻ. അപ്പോൾ ശങ്കരൻ മുതലായ ദേവന്മാരെ പോലും നിയന്ത്രിക്കുന്ന ഐശ്വര്യം, സർവം സംഹരിക്കാൻ ശക്തിയുള്ള തേജസ്സിനെ പോലും നിയന്ത്രിക്കുന്ന വീര്യം, നിസ്പൃഹന്മാരാൽ പാടിപ്പുകഴ്ത്തുന്ന യശസ്, എല്ലാ സമയത്തും അങ്ങയോട് ചേർന്നിരിക്കുന്ന ശ്രീ, സർവജ്ഞൻ, ഒന്നിനോടും സംഘമില്ലാത്ത വിരക്തി, ഈ 6 ഗുണങ്ങളും ചേർന്നിരിക്കുന്ന ഗുരുവായൂരപ്പ, അവിടുന്ന് തന്നെയാണ് ഭഗവാൻ എന്ന ശബ്ദത്തിന് തികച്ചും അധികാരി എന്ന് മേൽപ്പത്തൂര് പറയുന്നു. 1-ാമത്തെ ദശകം ഇവിടെ പറഞ്ഞു നിർത്താണ്. ഈ ദശകം ശ്രദ്ധയോടെ ശ്രവിച്ച എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.